ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ SBI ATM കാർഡുകളുടെ പിൻ നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം, അത് മൊബൈലിലൂടെ എങ്ങനെ ചെയ്യാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓൺലൈൻ SBI എന്ന വെബ്സൈറ്റിലൂടെയും യോനോ ആപ്പിലൂടെയും വളരെ സിമ്പിളായിട്ട് ATM പിൻ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. SBIയുടെ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിലൂടെ ഓൺലൈൻ SBI എന്ന് സെർച്ച് ചെയ്യുക. കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റ്, ഓൺലൈൻ SBI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ മുന്നോട്ട് പോയാൽ കണ്ടിന്യൂ ടു ലോഗിൻ എന്നത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും കൂടി ചേർത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെ വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളെല്ലാം എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ബാങ്കുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസിൽ നിന്ന് ഈ സർവീസസ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ സർവീസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസിൽ ഡെബിറ്റ് കാർഡ് സർവീസസ് ആണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ATM ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കാണാം, അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ATM പിൻ ജനറേഷൻ ആണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം OTPയിലൂടെയാണോ അതെയോ പ്രൊഫൈൽ പാസ്വേഡിലൂടെയാണോ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ OTP സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. ഇപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡുകൾ അവിടെ കാണിക്കും. ആക്റ്റീവായിട്ടുള്ള ATM കാർഡുകളാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് ഏത് കാർഡിൻ്റെയാണോ ATM പിൻ ജനറേറ്റ് ചെയ്യേണ്ടത് ആ കാർഡ് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിൻ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമ്മൾ 4 അക്കമുള്ള പിൻ നമ്പർ 2 വട്ടം എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടെ നമ്മൾ ഈ ATM കാർഡുകളുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യണമെന്ന് ബാങ്കുകൾ തന്നെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ATM പിന്നെ ഓക്കെ ആയിട്ടുണ്ട് എന്നവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കണേ. താങ്ക്